ഇനി നമുക്ക് മിനറൽസ് ആൻഡ് മിനറൽസ് ബേസ്ഡ് ഇൻഡസ്ട്രീസിനെ കുറിച്ച് പഠിക്കാം. നോക്കിയേ, ഇന്ത്യ നമ്മൾ കഴിഞ്ഞ ലെസണിൽ പഠിച്ചു. ധാരാളം ധാതുക്കൾ, മിനറൽസ് റിച്ച് ആണ് ഇന്ത്യ. എവിടെയാണ്? പെനിൻസുലർ പ്ലേറ്റോയിൽ ഏറ്റവും കൂടുതൽ മിനറൽസ് ഉണ്ടെന്ന് നമ്മൾ പഠിച്ചു അല്ലേ. നോക്കിയേ, ഇന്ത്യ ഈസ് ബ്ലെസ്ഡ് വിത്ത് വൈഡ് വെറൈറ്റീസ് ഓഫ് മിനറൽ റിസോഴ്സസ്. അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മിനറൽ റിസോഴ്സസ് കൊണ്ട് റിച്ചാണ് ഇന്ത്യ. നമുക്കറിയാം പൊട്ടാസ്യം, കാൽഷ്യം, സോഡിയം, അതുപോലെ തന്നെ മെഗ്നീഷ്യം, സിങ്ക്, അലൂമിനിയം, ഡിഫറെൻറ്റ് മിനറൽസ്, ക്ലോറിൻ, ഡിഫറെൻറ്റ് മിനറൽസ് കൊണ്ട് റിച്ചാണ് നമ്മുടെ ഇന്ത്യ, എസ്പെഷ്യലി പെനിൻസുലർ പ്ലേറ്റോ. Most of the mineral resources of India are found in igneous and metamorphic rock. ഈ രണ്ട് ടൈപ്പ് റോക്കിലാണ്, ഇഗ്നീഷ്യസ്, മെറ്റാമോർഫിക് റോക്കിലാണ് ഏറ്റവും കൂടുതൽ മിനറൽസ് കാണപ്പെടുന്നത്. അതുകൊണ്ട് മിനറൽ റിസോഴ്സസ് പ്രൊവൈഡ് റോ മെറ്റീരിയൽസ് ടു മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രീസ്. നമുക്കറിയാം പല മിനറൽസ് നമുക്ക് എന്താ പറയുക, മെറ്റൽസും നമ്മൾ മെയ്ഡ് ചെയ്യുന്നത് ഈ മിനറൽസൊക്കെ യൂസ് ചെയ്തിട്ടാണ് അല്ലേ. നമ്മളത് പ്യൂരിഫൈ ചെയ്ത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റൽസ് നമ്മൾ വാണിജ്യാടിസ്ഥാനത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് ഇതുകൊണ്ടാണ്. അപ്പോൾ ഇതിൽ നിന്ന് എന്തും കിട്ടും, ഇത്തരം പുതിയ മെറ്റൽസ് ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽസും നമുക്ക് മിനറൽസിൽ നിന്ന് കിട്ടുന്നുണ്ട്. നോക്കിയേ, ഇന്ത്യയിലെ ഏറിയ പങ്ക് ധാതുക്കളും എവിടെയാണ്? ഉപദ്വീപീയ പീഠഭൂമിയിലാണ് കാണപ്പെടുന്നത്. ആഗ്നേയ കായാന്തരിക ശിലകളിലാണ്, ഇത്തരം റോക്കുകളിലാണ് മോസ്റ്റ് ഓഫ് മിനറൽസും അല്ലെങ്കിൽ ധാതുക്കളും കാണപ്പെടുന്നത്. അടുത്തതായിട്ട് നമുക്ക് മിനറൽസ്, ഈ ധാതുക്കളുടെ ക്ലാസിഫിക്കേഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. മെറ്റാലിക് മിനറൽസ് ആൻഡ് നോൺ മെറ്റാലിക് മിനറൽസ്. അതുപോലെ ഈ മെറ്റാലിക് മിനറൽസ്, ലോഹങ്ങളുടെ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? ലോഹധാതുക്കൾ അല്ലേ, ലോഹധാതുക്കൾ. നോൺ മെറ്റാലിക് മിനറൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലോഹധാതുക്കളാണ്. നോക്കി, മെറ്റാലിക് മിനറൽസ്, ലോഹങ്ങളുടെ അംശമുള്ള മിനറൽസിനെയാണ് എന്ത് പറയുക? മെറ്റൽസ്, മെറ്റാലിക് മിനറൽസ് എന്ന് പറയുന്നത്. നോക്കാം, നമുക്ക് ഇതിനെ വീണ്ടും ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഫെറസ് മെറ്റൽസ് ആൻഡ് നോൺ ഫെറസ് മെറ്റൽസ്. അതായത് ഇരുമ്പിൻ്റെ അംശമുള്ളതും ഇരുമ്പിൻ്റെ അംശം ഇല്ലാത്തതും. നോക്കിക്കേ, ഫെറസ് മെറ്റൽസിന് ഉദാഹരണം അയേൺ ഓർ മാംഗനീസ്. ഇവയെല്ലാം ഇരുമ്പിൻ്റെ അംശമുള്ള മെറ്റൽസിന് ഉദാഹരണങ്ങളാണ്. ഇനി നോൺ ഫെറസ് മെറ്റൽസിന് ഏതൊക്കെയാണ് ഉദാഹരണം നോക്കിക്കേ. അതായത് മെറ്റൽസിൻ്റെ അംശമില്ലാത്തവ ഏതൊക്കെയാണ്? ഗോൾഡ്, സിൽവർ, കോപ്പർ, ബോക്സൈറ്റ്. ഇതെല്ലാം അതായത് ഇരുമ്പിൻ്റെ അംശമില്ലാത്ത മെറ്റൽസാണ്. ഇനി നോക്കിയേ, നോൺ മെറ്റാലിക് മിനറൽസിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. മിനറൽ ഫ്യൂവൽസ് ആൻഡ് അതർ മിനറൽസ്. ഇത് മിനറൽ ഫ്യൂവൽസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. കോൾ, പെട്രോളിയം. നമുക്കറിയാം മിനറൽ ഫ്യൂവൽസ്, പെട്രോളിയം ഒക്കെ നമുക്ക് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ്, പെട്രോളിയം പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കുറേ ബൈ പ്രോഡക്ട്സും കിട്ടും അല്ലേ. ഇതെല്ലാം മിനറൽ ഫ്യൂവൽസിന് എക്സാമ്പിളാണ്. കോള്, പെട്രോളിയം. ബൈ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? കെറസിൻ, വാക്സ്. ഇതെല്ലാം മിനറൽ ഫ്യൂവൽസിന് എക്സാമ്പിൾസ് ആണ്. അതുപോലെ അതർ മിനറൽസ്, എക്സാമ്പിൾ എന്താ? മൈക്ക. ഇതും അതർ മിനറൽസിന് ഉദാഹരണമാണ്. അപ്പോൾ എന്തൊക്കെയാണെന്ന് നമുക്ക് ഒന്നോടെ നോക്കാം. ധാതുക്കൾ, മിനറൽസിനെ കുറിച്ചാണ്. നമുക്ക് ലോഹധാതുക്കളും എന്താ അലോഹധാതുക്കൾ ആദ്യം നമ്മൾ പറഞ്ഞു തന്നെ. ഇനി ലോഹധാതുക്കളെ ഇരുമ്പിൻ്റെ അംശമുള്ളവ, ഇരുമ്പിൻ്റെ അംശമില്ലാത്തവ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയാണ്? യെസ്, ഇരുമ്പയിര്, മാംഗനീസ്. ഇവയെല്ലാം ഇരുമ്പിൻ്റെ അംശമുള്ളവയ്ക്ക് ഉദാഹരണങ്ങളാണ്. ഇരുമ്പിൻ്റെ അംശമില്ലാത്തവയ്ക്ക് ഉദാഹരണങ്ങൾ നമുക്ക് നോക്കാം. സ്വർണം, വെള്ളി, ചെമ്പ്, ബോക്സൈറ്റ്. അതുപോലെ തന്നെ അലോഹധാതുക്കൾക്ക് ഉദാഹരണം നോക്കിക്കേ. ധാതു ഇന്ധനങ്ങളും വീണ്ടും അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് മറ്റു ധാതുക്കളുമായിട്ട്. അതുകൊണ്ട് ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ് ഏതൊക്കെ? കൽക്കരി, പെട്രോളിയം. ഇതൊക്കെ ധാതു ഇന്ധനങ്ങൾക്ക് ഉദാഹരണമാണ്. അടുത്തതോ, മറ്റു ധാതുക്കൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞിരിക്കുന്ന ഏതാണ്? മൈക്ക. അപ്പോൾ ഈ ഫ്ലോ ചാർട്ട് ഇങ്ങനെ വരച്ച് പഠിക്കുകയാണെങ്കിൽ നല്ലതുപോലെ നിങ്ങൾക്കത് വരയ്ക്കാനായിട്ട് സാധിക്കും. നോക്കി, മേജർ അയൺ ഓർ മൈനിങ് റീജിയൻ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ പ്രധാന ഇരുമ്പയിര് ഖനന കേന്ദ്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ജാർഖണ്ഡ്. ഏതൊക്കെയാണെന്ന് നോക്കിയേ. സിംഗ്ബം, ദുർഗ്. അതുപോലെ ഒഡീഷ, സുന്ദർഗാഡ്, മയൂർഭഞ്ച്, ധാർ.
ഓക്കെ. ഇനി കർണാടകയിലുള്ള നോക്കിക്കേ, ബെല്ലാരി, ചിക്മംഗളൂർ ആൻഡ് ഷിമോഗ, ചിത്രദുർഗ്. ഓക്കെ. തമിഴ്നാട്ടിൽ സേലം, നീൽഗിരീസ്. ഇനി നോക്കിയേ, ഗോവയിലുള്ളത് നോക്കിക്കേ, മർമഗാവ്. ഇതൊക്കെയാണ് മെയിൻ അയൺ ഓർ മൈനിങ് റീജിയൻ ഇൻ ഇന്ത്യ. ഓക്കെ. ഇപ്പോഴും ഇത് കറക്റ്റ്, ഇതിലേതെങ്കിലും 1-2 എക്സാമിന് ചോദിക്കും. നല്ലതുപോലെ പഠിക്കണം. നോക്കുക, അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി ഈസ് ദ ലാർജസ്റ്റ് മിനറൽ ബേസ്ഡ് ഇൻഡസ്ട്രി ഇൻ ഇന്ത്യ. അതായത് മിനറൽസിൽ നിന്ന് ഏറ്റവും കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തൊക്കെയാണ്? അയണും സ്റ്റീലുമാണ്. അയൺ ഓർ കോൾ, മാംഗനീസ്, ലൈംസ്റ്റോൺ, ഡോളോമൈറ്റ് എക്സെട്ര ആർ ദ റോ മെറ്റീരിയൽസ് റിക്വയർഡ്. ഇതിനാവശ്യമായ റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്ന് നോക്കിക്കേ. ഇരുമ്പയിര്, കോള്, കൽക്കരി, മാംഗനീസ്, അതുപോലെ ലൈംസ്റ്റോൺ വേണം, ഡോളോമൈറ്റ് വേണം, അല്ലേ? ദ അഡ്വാൻറ്റേജിയസ് ലൊക്കേഷൻ ഓഫ് അയൺ ഓർ മൈൻസ് ക്ലോസ് ടു ദ കോൾ മൈൻസ് ഇൻ ഇന്ത്യ. കൽക്കരി ഖനനത്തിൻ്റെ അടുത്ത്, അതായത് മെയിൻ അഡ്വാൻറ്റേജ് അതാണ്, ലൊക്കേഷൻ ഓഫ് അയൺ ഓർ മൈൻസ്. ഇരുമ്പയിരിൻ്റെ മൈൻസ് എവിടെ, എന്തിനടുത്ത് തന്നെയായിരിക്കും? കോൾ മൈൻസിൻ്റെ ക്ലോസ് ടു ദ കോൾ മൈൻസ്. കോൾ മൈൻസിൻ്റെ അടുത്ത് തന്നെയായിരിക്കും അയൺ ഓറും മൈൻസും ഖനനം ചെയ്യാൻ എളുപ്പത്തിന് വേണ്ടി സ്ഥാപിച്ചിരിക്കുന്നത്. അതുപോലെ നോക്കിയേ, കൺസ്ട്രക്ഷൻ ഫോർ സെറ്റിംഗ് അപ്പ് ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് എന്തൊക്കെ ആവശ്യമുണ്ട്? ലൊക്കേഷൻ ഓഫ് കോൾ മൈൻ, കൽക്കരി ഖനി ആവശ്യമായിട്ട് വരും. അതുപോലെ അവൈലബിലിറ്റി ഓഫ് വാട്ടർ, ആവശ്യത്തിന് വാട്ടർ വേണം, ജലലഭ്യത വേണം. അതുപോലെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഈ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്, ഗതാഗത സൗകര്യം വേണം. എക്സ്പോർട്ട് ഫെസിലിറ്റീസ് വേണം, കയറ്റുമതി സൗകര്യങ്ങൾ വേണം. അതുപോലെ അവൈലബിലിറ്റി ഓഫ് ലേബർ, തൊഴിലാളികളുടെ സാധ്യതകളും വേണം. ഓക്കെ. എങ്കിൽ മാത്രമേ ഈ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രീസ് ഏരിയ ഒക്കെ അത്തരം സ്ഥലങ്ങളിലാണ് ഇവർ ഈ ഫാക്ടറീസ് സ്ഥാപിക്കുന്നത്. എന്തൊക്കെ വേണം? ലൊക്കേഷൻ ഓഫ് കോൾ മൈൻ, അതിൻ്റെ അടുത്ത് തന്നെ കൽക്കരി ഖനി വേണം, ജലലഭ്യത വേണം, ഗതാഗത സൗകര്യം അഥവാ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി വേണം, എക്സ്പോർട്ട് ഫെസിലിറ്റി, കയറ്റുമതിക്കുള്ള സൗകര്യങ്ങൾ വേണം. അതുവേണം അവൈലബിലിറ്റി ഓഫ് ലേബർ, ഹ്യൂമൻ റിസോഴ്സിൻ്റെ അവൈലബിലിറ്റി വേണ്ടി വരും, തൊഴിലാളികളുടെ ലഭ്യതയും വേണം. നമുക്ക് ഈ ഇരുമ്പുരുക്ക് വ്യവസായശാലകളൊക്കെ എവിടെയാണ് മെയിനായിട്ട് ഉള്ളതെന്ന് നോക്കാം. നോക്കിയേ, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്, നോക്കിയേ, ടിസ്കോ, TISCO, ജാംഷഡ്പൂർ. ഇവിടെ എവിടെയാണ്? ജാംഷഡ്പൂരിലാണ്, ജാർഖണ്ഡിലുള്ള സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഇത്. മറന്നു പോകരുത്, ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്. ലാർജസ്റ്റ് പ്രൈവറ്റ് സെക്ടർ അയൺ ആൻഡ് സ്റ്റീൽ പ്ലാന്റ് ആണ്. സ്വകാര്യ മേഖലയിലെ ഏറ്റവും വലിയ ഇരുമ്പുരുക്ക് വ്യവസായശാല ചോദിക്കുകയാണെങ്കിൽ ഏത് പറയും? ടാറ്റ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി ലിമിറ്റഡ്. എവിടെയാ? ജാർഖണ്ഡിലെ ജാംഷഡ്പൂരിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇനി നോക്കിക്കേ, ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി എവിടെയാന്ന് നോക്കിക്കേ. കൽട്ടി എവിടേക്കാ? ബൺപൂർ, ഹിരാപൂർ, അതെവിടെയാ? വെസ്റ്റ് ബംഗാളിലാണ്. പൊതുമേഖലയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണിത്. ഏതാ? ഇന്ത്യൻ അയൺ ആൻഡ് സ്റ്റീൽ കമ്പനി. അടുത്ത് നോക്കാം നമുക്ക്. വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്, നോക്കിയേ, ഇതെവിടെയാന്ന് നോക്കിയേ? ഭദ്രാവതി, കർണാടകയിലാണ്. ദക്ഷിണേന്ത്യയിലെ ആദ്യ ഇരുമ്പുരുക്ക് വ്യവസായശാലയാണ് ഭദ്രാവതി. എവിടെയാ? പേരെന്താ? വിശ്വേശ്വര അയൺ ആൻഡ് സ്റ്റീൽ ലിമിറ്റഡ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്, വളരെ ഫെമിലിയർ ആണ് അല്ലേ? ഭിലായിലാണ്. എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത് റഷ്യ, അതായത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടി സ്ഥാപിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. എവിടെയാണ്? ദുർഗിലാണ്, ഛത്തീസ്ഗഡിൽ ദുർഗിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അടുത്തത് നോക്കാം നമുക്ക്. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് റൂർക്കലയിൽ. ഓക്കെ. ആൻഡ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത് ജർമ്മനി ഇൻ 1959. ജർമ്മനിയുടെ സാങ്കേതിക സഹായത്തോടെ സ്ഥാപിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ്. എവിടെ? റൂർക്കലയിൽ. സുന്ദർഘാട്ട് ഇൻ ഒഡീഷയിൽ ആണ് കറക്റ്റ് പ്ലേസ്. ഓക്കെ. അടുത്ത് നമുക്ക് നോക്കാം. ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂറിൽ. നോക്കി, ഇത് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ കൊളാബറേഷൻ വിത്ത്
UK in 1962. ഓക്കെ, ബ്രിട്ടൻ്റെ സാങ്കേതിക സഹായത്തോടെ പ്രവർത്തനം ആരംഭിച്ചതാണ് ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് ദുർഗാപൂരിൽ ഇൻ ദ ഇയർ 1962. അടുത്ത് നമുക്ക് നോക്കാം ഹിന്ദുസ്ഥാൻ സ്റ്റീൽ ലിമിറ്റഡ് UN ബൊക്കാറോയിൽ. നോക്കിക്കേ, എസ്റ്റാബ്ലിഷ് ചെയ്തത് റഷ്യയുടെ സാങ്കേതിക സഹായത്തോടു കൂടിയാണ് ഇൻ ദ ഇയർ 1964. ഇനി നമുക്ക് മാംഗനീസ്, അടുത്ത മിനറൽസിനെ കുറിച്ച് പഠിക്കാം. മാംഗനീസ് നോക്കിയേ, മെറ്റാലിക് മിനറലാണ് മാംഗനീസ്. യൂസ്ഡ് ഇൻ ദ അയൺ ആൻഡ് സ്റ്റീൽ ഇൻഡസ്ട്രി. മെയിനായിട്ട് ഉപയോഗിക്കുന്നത് അയണും സ്റ്റീൽ ഇൻഡസ്ട്രിയിലുമാണ്. ഈ വ്യവസായത്തിന് വേണ്ടിയാണ്, അയൺ സ്റ്റീൽ വ്യവസായത്തിന് വേണ്ടിയാണ് കൂടുതലും മാംഗനീസ് ഉപയോഗിക്കുന്നത്. ഡിപ്പോസിറ്റ്സ് ആർ ജനറലി ഫൗണ്ട് നിയർ അയൺ ഓർ മൈൻസ്. അതായത് ഇത് അയൺ ഓർ മൈൻസിലാണ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഓക്കെ, നോക്കിയേ, ഉൽപാദനത്തിൽ മുന്നിൽ ഒഡീഷ, കർണാടകയാണ്. മാംഗനീസ് ഉൽപാദനത്തിൽ മുന്നിൽ നിൽക്കുന്ന സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ഒഡീഷയും കർണാടകയും. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ് മറ്റ് ഉൽപാദന സംസ്ഥാനങ്ങൾ. സങ്കര ലോഹ ഇനങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു. മെയിനായിട്ട് അലോയ്സ്. സ്റ്റീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അലോയി ആണ് അല്ലേ, പ്യുവർ മെറ്റൽ അല്ല. ഇതൊക്കെ ഉപയോഗിക്കാനായിട്ട്, അതായത് മാംഗനീസിൻ്റെ കൂടെ കാർബൺ, അയൺ ഒക്കെ ഉപയോഗിക്കുന്നുണ്ട് സ്റ്റീൽ ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഓർക്കുക, മാംഗനീസ് മെയിൻലി എന്തിനാ? ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് അയൺ ആൻഡ് സ്റ്റീൽ. ഓക്കെ, ഇതിനാണ് മെയിനായിട്ട് മാംഗനീസ് ഉപയോഗിക്കുന്നത്. മെയിനായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സ്റ്റേറ്റ്സ് ഓർമ്മ വയ്ക്കുക. ഒഡീഷ, കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശ് എന്നിവയാണ്. നോക്കിയേ, ഒഡീഷ ഇസ് ദ ലീഡിംഗ് പ്രൊഡ്യൂസർ. ഓക്കെ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ തന്നെ ഒഡീഷയാണ് മാംഗനീസ് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കുന്നത്. കൂടാതെ കർണാടക, മഹാരാഷ്ട്ര, മധ്യപ്രദേശാണ് വേറെ സംസ്ഥാനങ്ങൾ. യൂസ്ഡ് ടു മേക്ക് ഫെറോ അലോയ്സ്. ഫെറോ അലോയ്സ് ഉണ്ടാക്കാനായിട്ട് ഇത് ഉപയോഗിക്കുന്നു. ഇനി നമുക്ക് നോക്കാം അതർ മിനറൽസ് ഇൻ ഇന്ത്യ. മറ്റ് മിനറൽസ് ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഗോൾഡ് അല്ലേ. ഗോൾഡ് യൂസസ് മേക്കിംഗ് ജുവലറി. എല്ലാവർക്കും അറിയാം, ഡിഫറെൻറ്റ് ഗോൾഡ് ഐറ്റംസും വള, മാല, അങ്ങനെ പല ഗോൾഡും കൊണ്ടുള്ള ഡിഫറെൻറ്റ് ഐറ്റംസ്, മോതിരം, ഇയറിങ്സ്, അങ്ങനെയൊക്കെ നമ്മൾ ജുവലറി ഐറ്റംസ് ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മെയിനായിട്ട് മേക്കിംഗ് ജുവലറി, ആഭരണ നിർമ്മാണത്തിനാണ് ഉപയോഗിക്കുന്നത്. മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് കർണാടകയാണ് കേട്ടോ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഗോൾഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്റ്റേറ്റ് ഏതാണ്? കർണാടകയാണ്. ഇനി നോക്കാം സിൽവർ, വെള്ളി നോക്കാം. യൂസസ് മേക്കിംഗ് ജുവലറി. സിൽവറും ജുവലറി ഐറ്റംസ് ഉണ്ടാക്കാനാണ് ഉപയോഗിക്കുന്നത്. ഇലക്ട്രോപ്ലേറ്റിംഗ് ആൻഡ് ഫോട്ടോഗ്രാഫിക്കൊക്കെ സിൽവർ കോട്ടിംഗ്, ഫോട്ടോഗ്രാഫിക്കൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഇലക്ട്രോപ്ലേറ്റിംഗ് എന്താ? ഇലക്ട്രോപ്ലേറ്റിംഗ് ഒരു മെറ്റൽ വേറൊരു മെറ്റൽ ആക്കുന്നതിന് പൂശുന്ന ലോഹം. അതായത് ഇപ്പോൾ സിൽവർ, കോപ്പറിന് മുകളിൽ സിൽവർ പൂശുന്ന ആ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ഇലക്ട്രോപ്ലേറ്റിംഗ്. അപ്പോൾ സിൽവർ ഇലക്ട്രോപ്ലേറ്റിങ്ങിന് ഉപയോഗിക്കുന്നുണ്ട്. ആഭരണ നിർമ്മാണം, ഇലക്ട്രോപ്ലേറ്റിംഗ്, ഫോട്ടോഗ്രാഫിക്, അതായത് നല്ല ലൈറ്റ് റിഫ്ലക്റ്റ്, അതായത് സിൽവർ നല്ല റിഫ്ലക്ഷൻ കിട്ടാൻ വേണ്ടിയാണ് ഫോട്ടോഗ്രാഫിയിൽ ഇത് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? രാജസ്ഥാൻ, ജാർഖണ്ഡിലാണ് സിൽവർ കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്തത് കോപ്പർ. എല്ലാവർക്കും അറിയാം അല്ലേ, കോപ്പർ നമ്മളുടെ വീട്ടിലൊക്കെ വയർ, ഇലക്ട്രിക് കേബിൾസിലും ഇലക്ട്രിക് വയേഴ്സിലൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് എന്താ? കോപ്പറാണ്. നോക്കിയേ, യൂസസ് കണ്ടക്ടർ ഇൻ ഇലക്ട്രിക്കൽ ഗുഡ് ഇൻഡസ്ട്രീസ്. വൈദ്യുതോപകരണ ചാലകമാണ്, ഇലക്ട്രിക് കണ്ടക്ടറാണ് എന്ത്? കോപ്പർ. മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് എവിടെയാണ്? ജാർഖണ്ഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇവയാണ് കൂടുതലായിട്ടും കോപ്പർ ഉൽപ്പാദിപ്പിക്കുന്നത്. അതുപോലെ തന്നെ വീട്ടിൽ കോപ്പർ വെസൽസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ, കോപ്പർ പാത്രങ്ങൾ കണ്ടിട്ടില്ലേ? അതുപോലെ കോപ്പറിൻ്റെ കോയിൻസൊക്കെ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ കേബിൾ വയേഴ്സിലൊക്കെ ഉപയോഗിക്കുന്നത് കോപ്പറാണ്. എന്താണ്? നല്ല കണ്ടക്ടിവിറ്റി ഉണ്ട് കോപ്പറിന്. പക്ഷേ ബെസ്റ്റ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി കോപ്പർ അല്ല, സിൽവറാണ്. പിന്നെ എന്തുകൊണ്ടാണ് കോപ്പർ ഉപയോഗിക്കുന്നത്? സിൽവറിനെ അപേക്ഷിച്ച് കോപ്പറിന് വില കുറവുള്ളത് കൊണ്ടാണ് നമ്മൾ കോപ്പർ ഈ കേബിൾ വയേഴ്സിലൊക്കെ കണ്ടക്ടേഴ്സായിട്ട് യൂസ് ചെയ്യുന്നത്. നോക്കിക്കേ, നെക്സ്റ്റ് ബോക്സൈറ്റ് ആൻഡ് യൂസസ് നമുക്ക് നോക്കാം, ഉപയോഗം നോക്കാം. സോ ഓർ ഓഫ് അലൂമിനിയം, അലൂമിനിയത്തിൻ്റെ അയിരാണ്, ഓറാണ്. യൂസ്ഡ് ഫോർ മേക്കിംഗ്
എയർക്രാഫ്റ്റ്, ഇലക്ട്രിക്കൽ എക്യുപ്മെൻറ്റ്സ് ആൻഡ് ഡൊമസ്റ്റിക് യൂട്ടൻസിൽസ്. എന്തിനൊക്കെ ഉപയോഗിക്കുന്നുണ്ട് ബോക്സൈറ്റ്? നോക്കിയേ, അലൂമിനിയത്തിൻ്റെ അയിരാണ് ഇത്. മെയിനായിട്ട് വൈദ്യുതോപകരണങ്ങൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്നു, ഗാർഹിക ഉപകരണങ്ങൾ ഉണ്ടാക്കാനായിട്ട് ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഇനി നോക്കുക, എയർക്രാഫ്റ്റിലും ഇത് ഉപയോഗിക്കുന്നുണ്ട്. അലൂമിനിയവും ബോക്സൈറ്റ്, അലൂമിനിയത്തിൻ്റെ അയിരാണ് ബോക്സൈറ്റ്. നോക്കിയേ, മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ് ഏതൊക്കെയാണെന്ന് നോക്കിയേ. ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, മധ്യപ്രദേശ് ഇവയൊക്കെയാണ് പ്രധാനമായിട്ടുള്ള സംസ്ഥാനങ്ങൾ. ബോക്സൈറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങൾ ഇവയൊക്കെയാണ്. ഇനി നമുക്ക് നോക്കാം മൈക്ക. ഓക്കെ, അതിൻ്റെ യൂസസ് നോക്കുക. മൈക്കയുടെ മെയിൻ യൂസസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇറ്റ്സ് യൂസ്ഡ് ആസ് ആൻ ഇൻസുലേറ്റർ ഇൻ ഇലക്ട്രിക്കൽ ഇൻഡസ്ട്രീസ്. ഒരു ഇൻസുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. വൈദ്യുതോപകരണ വ്യവസായങ്ങളിൽ ഇൻസുലേറ്റർ ആയിട്ടാണ് ഉപയോഗിക്കുന്നത്. മേജർ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഏതൊക്കെയാണ്? ആന്ധ്രാപ്രദേശ്, രാജസ്ഥാൻ, ജാർഖണ്ഡ് ആൻഡ് ബീഹാർ. ഇവയാണ് മൈക്ക കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സംസ്ഥാനങ്ങൾ. ഇനി നമുക്ക് നോക്കി ഫോസിൽ ഫ്യൂവൽസ്. എന്താ ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡെഡ് ആൻഡ് ഡീക്കേയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസിൽ നിന്ന് കിട്ടുന്ന ഉൽപ്പന്നങ്ങളെയാണ് എന്ത് പറയുക? ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുക. നോക്കി അതിൻ്റെ ഏതൊക്കെയാണ് ഫോസിൽ ഫ്യൂവൽസ്? ഈ മനുഷ്യനല്ല, എല്ലാത്തരം മൃഗങ്ങളും സസ്യങ്ങളും ചീഞ്ഞടങ്ങി മണ്ണിനോട് ഇഴുകിച്ചേർന്ന് വർഷങ്ങളോളം എടുക്കുന്ന ഒരു പ്രോസസ്സാണ്. അതിൽ നിന്നാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? ഫോസിൽ ഇന്ധനങ്ങൾ അല്ലെങ്കിൽ ഫോസിൽ ഫ്യൂവൽസ് കിട്ടുന്നത്. എന്തൊക്കെ ഫോസിൽ ഫ്യൂവൽസ് ഉള്ളതെന്ന് നോക്കിക്കേ. കോൾ, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ് ആർ ദ മേജർ ഫോസിൽ ഫ്യൂവൽസ്. ഏതൊക്കെയാ? കോൾ, പെട്രോളിയം, നാച്ചുറൽ റിസോഴ്സസ്. ഇവിടെ ഒരു മേജർ റിസോഴ്സസ് ഇത്രയാണ്. ദീസ് ആർ ഓൾസോ കോൾഡ് ഫോസിൽ ഫ്യൂവൽസ്. ഇതിന് എന്തും പറയും? ഫോസിൽ ഫ്യൂവൽസ് എന്നും പറയും. മിനറൽ ഫ്യൂവൽസ് അഥവാ ഫോസിൽ ഫ്യൂവൽസ് എന്നും പറയും. എന്തൊക്കെയാണ്? കൽക്കരി, പെട്രോളിയം, പ്രകൃതിവാതങ്ങൾ തുടങ്ങിയ ഊർജ വിഭവങ്ങളാണ് ഫോസിൽ ഇന്ധനങ്ങൾ. അപ്പം മനസ്സിലായല്ലോ, ഈ ഫോസിൽ ഇന്ധനങ്ങൾ കിട്ടുന്നത് വർഷങ്ങളോളം തരത്തിലുള്ള മൃഗങ്ങളും നമ്മളുടെ പ്ലാന്റ്സ് ആൻഡ് അനിമൽസൊക്കെ ഡെഡ് ആൻഡ് ഡീക്കേയിങ് മണ്ണിനോട് മിക്സ് ചെയ്ത് വീണ്ടും അതിൻ്റെ മേളിൽ മണ്ണ് വന്നടിയും, വീണ്ടും അതിൻ്റെ മേളിൽ പലതരത്തിലുള്ള മൃഗങ്ങളും പ്ലാന്റ്സൊക്കെ ഇങ്ങനെ ഇഴുകിച്ചേർന്ന് മണ്ണിനോട് ചേർന്ന് അങ്ങനെ വർഷങ്ങളോട് എടുക്കുന്ന പ്രോസസ്സാണ്. അപ്പോൾ മണ്ണിൻ്റെ അടിയിലേക്ക് പോകും തോറും ടെമ്പറേച്ചർ കൂടുകയും ആ ടെമ്പറേച്ചറിൽ ഇതിങ്ങനെ ഡീകമ്പോസ് ചെയ്ത് ഫൈനലി ഇത് എന്തായിട്ട് മാറും? ഫോസിൽ ഫ്യൂവലായിട്ട് മാറുകയും ചെയ്യുന്നു. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസും പഠിച്ചിരിക്കണം. ഓക്കെ, ഇനി നമുക്ക് ഫോസിൽ ഫ്യൂവൽസിൻ്റെ എക്സാമ്പിൾസ് പരിചയപ്പെടാം 1 by 1 ആയിട്ട്. ഏതൊക്കെ നമ്മൾ പഠിച്ചു? കോൾ, പെട്രോളിയം, പിന്നെ ബയോഗ്യാസ് അല്ലേ. ഇതെല്ലാം നമുക്ക് ഫോസിൽ ഫ്യൂവൽസ് നമ്മൾ ഓൾറെഡി പഠിച്ചു. ഡെഡ് ആൻഡ് ഡിക്കേയിങ് ഓഫ് പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് ആണ് ഫോസിൽ ഫ്യൂവൽസ് എന്ന് പറയുന്നത്. കോൾ നമുക്ക് നോക്കാം. കൽക്കരി, മേജർ സോഴ്സ് ഓഫ് തെർമൽ പവർ ഇൻ ഇന്ത്യ. കൽക്കരി തെർമൽ പവർ പ്ലാന്റിൽ ഉപയോഗിക്കുന്ന മേജർ സോഴ്സാണ്, മേജർ ഫാക്ടറാണ്. എന്തുകൊണ്ട്? ദാറ്റ് മച്ച് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി ഈസ് റിലീസ്ഡ്. നമുക്ക് ഹീറ്റ് എനർജി കോൾ കത്തിക്കുമ്പോൾ ഹ്യൂജ് ഹീറ്റ് എനർജി നമുക്ക് ആസ് കമ്പയർഡ് ടു അതർ ഫ്യൂവൽസിനേക്കാളും കൂടുതലായിട്ട് നമുക്ക് ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് തെർമൽ പവർ പ്ലാന്റിൽ കോൾ ഉപയോഗിക്കുന്നത്. ദെൻ മേജർ ഇൻഡസ്ട്രിയൽ ഫ്യൂവൽ, പ്രധാനപ്പെട്ട വ്യാവസായിക ഇന്ധനമാണ് ഏത്? കോൾ. നമ്മളിപ്പോൾ പറഞ്ഞത് തന്നെ റീസൺ, കാരണം ഹ്യൂജ് എമൗണ്ട് ഓഫ് ഹീറ്റ് എനർജി റിലീസ് ഔട്ട് ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് നോക്കാം. മോസ്റ്റ് ഓഫ് ദ കോൾ ഫൗണ്ട് ഇൻ ഇന്ത്യ ഈസ് മീഡിയം ഗ്രേഡ് ഓഫ് ബിറ്റുമിനസ് ടൈപ്പ്. അതായത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ബിറ്റുമിനസ് ടൈപ്പ് കോളാണ്. എവിടെയൊക്കെയാണ് നമുക്ക് നോക്കാം. വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ് ആർ ദ പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ്. മേജർ ബിറ്റുമിനസ് പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ആണ് ഏതൊക്കെയാണ്? വെസ്റ്റ് ബംഗാൾ, ജാർഖണ്ഡ്, ഒഡീഷ ആൻഡ് ഛത്തീസ്ഗഡ്. ഓക്കെ, പിന്നെ നോക്കി. ലാർജസ്റ്റ് കോൾ ഫീൽഡ് ഇൻ ഇന്ത്യ ഈസ് ചാറിയ ഇൻ ജാർഖണ്ഡ്. ജാർഖണ്ഡിലെ ചാറിയയിലാണ് ഏറ്റവും കൂടുതൽ കോൾ ഫീൽഡ്.
അതായത് ഏറ്റവും കൂടുതൽ കൽക്കരിപ്പാടം കാണുന്നത് എവിടെയാണ് ഇന്ത്യയിൽ? ജാർഖണ്ഡിൻ്റെ അടുത്ത് ചാറിയ എന്ന് പറയുന്ന പ്ലേസിലാണ് ഏറ്റവും കൂടുതൽ കോൾ ഫീൽഡ് ഉള്ളത്. ഇനി നോക്കുക, ദ ലെസ് എനർജി എഫിഷ്യൻറ്റ് കോൾ ലിഗ്നൈറ്റ് ഈസ് ഫൗണ്ട് ഇൻ നെയ്വേലി ഇൻ തമിഴ്നാട്. തമിഴ്നാട്ടിലെ നെയ്വേലിയിലാണ് ലിഗ്നൈറ്റ് കൂടുതലായിട്ട് കാണപ്പെടുന്നത്. ഇതിൻ്റെ എഫിഷ്യൻസി കുറവാണ്. എന്തുകൊണ്ട്? ഇത്തരം കോൾ കത്തിക്കുമ്പോൾ ലെസ് ഹീറ്റ് എനർജിയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. നോർമൽ ബിറ്റുമിനസ് കത്തിക്കുമ്പോൾ അത്രയും ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യില്ല. അതുകൊണ്ടാണ് ഇതിനെ ലെസ് എഫിഷ്യൻസി എന്ന് പറയാൻ കാരണം. ഇന്ധനക്ഷമത കുറഞ്ഞ ഒരു ഫ്യൂവലാണ് ഏത്? ലിഗ്നൈറ്റ്. അപ്പോൾ കാണപ്പെടുന്ന എവിടെയാണ്? തമിഴ്നാടിൻ്റെ അടുത്ത് നെയ്വേലിയിലാണ് നമുക്ക് ലിഗ്നൈറ്റ് കിട്ടുന്നത്. ഫോസിൽ ഫ്യൂവൽസിൻ്റെ നെക്സ്റ്റ് എക്സാമ്പിൾസ് ആണ് പെട്രോളിയം ആൻഡ് നാച്ചുറൽ ഗ്യാസസ്. നമുക്ക് നോക്കാം. പെട്രോളിയം ഈസ് ദ ചീഫ് എനർജി സോഴ്സ് ഫോർ ഓൾ ട്രാൻസ്പോർട്ടേഷൻ ത്രൂ റോഡ്, റെയിൽ ഓർ എയർ. എന്താ പറഞ്ഞിരിക്കുന്നത്? റോഡ്, റെയിൽ, വ്യോമഗതാഗതത്തിൻ്റെ മുഖ്യ ഊർജ്ജ സ്രോതസ്സാണ് പെട്രോളിയം. നമുക്കറിയാം അല്ലേ, മോസ്റ്റ് ഓഫ് ദ വെഹിക്കിൾസും റൺ ചെയ്യുന്നത് പെട്രോളിലാണ്. പെട്രോളിയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇംപ്യൂർ ഫ്യൂവലാണ്. അത് പ്യൂരിഫൈ ചെയ്യുമ്പോഴാണ് അത് എന്ത് ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത്? പെട്രോളാവുന്നത്. നമ്മുടെ നിയർ ബൈ കൊച്ചിൻ റിഫൈനറീസ് എല്ലാം പെട്രോളിയം പ്യൂരിഫിക്കേഷൻ ഉപയോഗിക്കുന്ന ഫാക്ടറീസാണ്. അതെല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അതുപോലെ ന്യൂമറസ് ബൈ പ്രോഡക്ട്സ് ആർ ഓൾസോ ഒബ്റ്റൈൻഡ് ഫ്രം പെട്രോളിയം such as chemical fertilizers, artificial rubbery and artificial fibers, Vaseline, etc. അതായത് പെട്രോളിയം പ്യൂരിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബൈ പ്രോഡക്ട്സ് ഏതൊക്കെയാണ്? നമ്മൾ ഓൾറെഡി നിങ്ങൾ എന്താ പറയുക കെമിസ്ട്രി ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടാവും. ഏതൊക്കെയായിരുന്നു? അതായത് പെട്രോൾ, ഡീസൽ, കെറസിൻ, വാക്സ്, അതുപോലെ ഡിഫറെൻറ്റ് ബൈ പ്രോഡക്ട്സ് ആയിട്ടുള്ള ഫെർട്ടിലൈസേഴ്സ്, കെമിക്കൽ ഫെർട്ടിലൈസേഴ്സ് കിട്ടും. അതുപോലെ ആർട്ടിഫിഷ്യൽ ഫൈബേഴ്സ്, വാസിലിൻ, ആർട്ടിഫിഷ്യലായിട്ടുള്ള നാരുകൾ അല്ലേ. പെട്രോൾ, ഡീസൽ തുടങ്ങിയ ഇന്ധനങ്ങൾ കൂടാതെ എന്തൊക്കെ കിട്ടും? കൃത്രിമ നാരുകൾ, വാസ്ലിൻ, രാസവളങ്ങൾ, ഇവയെല്ലാം നമുക്ക് പെട്രോളിയം പ്യൂരിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ബൈ പ്രോഡക്റ്റുകളാണ്. ഓക്കെ ആണല്ലോ അല്ലേ. ഇനി നമുക്ക് നോക്കാം. പെട്രോളിയം പ്രൊഡ്യൂസിങ് സ്റ്റേറ്റ്സ് ഇൻ ഇന്ത്യ ആർ ആസാം, ഗുജറാത്ത്, മഹാരാഷ്ട്ര. കൂടുതൽ പെട്രോളിയം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏതൊക്കെ സ്റ്റേറ്റിലാണ്? ആസാം, ഗുജറാത്ത് ആൻഡ് മഹാരാഷ്ട്ര. അതുപോലെ പെട്രോളിയം മൈനിങ് ഇൻ ഇന്ത്യ സ്റ്റാർട്ടഡ് അറ്റ് ഡിഗ്ബോയ് ഇൻ ആസാം. പെട്രോളിയം ഇന്ത്യയിൽ ആദ്യം പെട്രോളിയം ഖനനം തുടങ്ങിയത് എവിടെയാണ്? ആസാമിലെ ഡിഗ്ബോയിലാണ്. ഇതൊക്കെ 1 മാർക്ക് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാവുന്നതാണ്, മറന്നു പോവരുത്. ആസാമിലെ ഡിഗ്ബോയിലാണ് പെട്രോളിയം മൈനിങ് ഫസ്റ്റ് ടൈം സ്റ്റാർട്ട് ചെയ്തത്. ഓക്കെ. അതുപോലെ ദ ലാർജസ്റ്റ് ഓയിൽ ഫീൽഡ് ഈസ് മുംബൈ ഹൈ ഇൻ മഹാരാഷ്ട്ര. പെട്രോളിയം ഏറ്റവും കൂടുതലുള്ള ഫീൽഡ് ഏതാണ്? മുംബൈ ഹൈ ആണ്. എവിടെ സ്ഥിതി ചെയ്യുന്നു? മഹാരാഷ്ട്രയിലെ മുംബൈ ഹൈയിലാണ് ഓയിൽ ഫീൽഡ് കൂടുതലായിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് എക്സാമ്പിൾ നോക്കാം. ഫോസിൽ ഫ്യൂവൽസിന് ദറ്റ് ഈസ് നാച്ചുറൽ ഗ്യാസ്. ഇറ്റ് ഈസ് ദ ഫ്യൂവൽ ഒബ്റ്റൈൻഡ് അലോങ് വിത്ത് പെട്രോളിയം. അതായത് പെട്രോളിയം പ്യൂരിഫൈ ചെയ്യുമ്പോൾ കിട്ടുന്ന വേറൊരു ബൈ പ്രോഡക്റ്റാണ് നാച്ചുറൽ ഗ്യാസ്. ഓക്കെ. നമ്മളെല്ലാ വീടുകളിലും ഗ്യാസ് ഇപ്പോൾ ധാരാളം ഉപയോഗിക്കുന്നുണ്ട് അല്ലേ. ഓക്കെ. നോക്കിയേ, എക്സ്ക്ലൂസീവ് റിസർവ്സ് ഓഫ് നാച്ചുറൽ ഗ്യാസ് ഓൾസോ എക്സിസ്റ്റ് എസ്പെഷ്യലി അലോങ് ദ കോസ്റ്റ് ഓഫ് തമിഴ്നാട് ആൻഡ് ആന്ധ്രാപ്രദേശ്. എവിടെയാണ്? ആന്ധ്രാപ്രദേശ്, തമിഴ്നാട് തീരപ്രദേശങ്ങളിൽ പ്രകൃതിവാതക നിക്ഷേപങ്ങൾ മാത്രമായും കാണപ്പെടുന്നുണ്ട്. അതായത് പെട്രോളിയത്തിൽ മിക്സ് ചെയ്ത് കിടക്കാണ്ട് നാച്ചുറൽ ഗ്യാസ് എലോണായിട്ട് ഈ കോസ്റ്റൽ ഏരിയാസിൽ ഇപ്പോൾ ധാരാളം കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ നോക്കിയേ, നെക്സ്റ്റ് നമുക്ക് ന്യൂക്ലിയർ മിനറൽസിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ. ന്യൂക്ലിയർ മിനറൽസിൽ മെയിനായിട്ട് വരുന്നതാണ് യുറേനിയം, തോറിയം, ഈ എലമെൻറ്റ്സ്. ഈ 2 മിനറൽസും യുറേനിയം ആൻഡ് തോറിയം ആർ ദ മേജർ ന്യൂക്ലിയർ മിനറൽസ്. എവിടെയാന്ന് നോക്കിക്കേ, റിച്ച് റിസർവ്സ് ഓഫ് യുറേനിയം ഇൻ ദ സ്റ്റേറ്റ്സ് ഓഫ് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്ര. കൂടുതലായിട്ടും യുറേനിയം കണ്ടുവരുന്നത് ജാർഖണ്ഡ്, രാജസ്ഥാൻ, മഹാരാഷ്ട്രയിലാണ്. അപ്പോൾ ഹൈലി റേഡിയോ ആക്റ്റീവ് എലമെൻറ്റ്സ് ആണ് ഈ യുറേനിയം ആൻഡ് തോറിയം. അതുകൊണ്ടൊക്കെ തന്നെ ഹ്യൂജ് എമൗണ്ട് ഓഫ് എനർജി റിലീസ് ഔട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ന്യൂക്ലിയർ മിനറൽസിൽ സാധാരണയായിട്ട് ഈ എലമെൻറ്റ്സ് ഉപയോഗിക്കുന്നത്. അതുപോലെ നോക്കിയേ, തോറിയം ഇസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ഇൽമനൈറ്റ് ആൻഡ് മോണസൈറ്റ് ഡിപ്പോസിറ്റ്.
തോറിയം കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നത് മോണസൈറ്റ് ആൻഡ് ഇൽമനൈറ്റ് ധാതുക്കളിൽ നിന്നാണ്. കൂടാതെ ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് എവിടെയാണെന്ന് നോക്കി, കോസ്റ്റൽ സൈൻസ് ഓഫ് കേരള ആൻഡ് തമിഴ്നാട്. കേരളം, തമിഴ്നാട് തീരപ്രദേശങ്ങളാണ് ഇവ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. നെക്സ്റ്റ് നമുക്ക് മേജർ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ഇൻ ഇന്ത്യ നോക്കാം. ഇന്ത്യയിലെ പ്രധാന ആണവ നിലയങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നോക്കി എവിടെയാ, തരാപൂർ ഇൻ മഹാരാഷ്ട്ര. അതുപോലെ നോക്കി റാവത്പട്ട് രാജസ്ഥാൻ, രാജസ്ഥാനിലെ റാവത്പട്ട്. പിന്നെയോ കൽപ്പാക്കം ഇൻ തമിഴ്നാട്, തമിഴ്നാട്ടിലെ കൽപ്പാക്കം. ദെൻ നോക്കാം കൈഗ ഇൻ കർണാടക, കർണാടകയിലെ കൈഗ. ദെൻ കാക്രപ്പാറ ഇൻ ഗുജറാത്ത്. നെക്സ്റ്റ് നോക്കി ന്യൂക്ലിയർ പവർ പ്ലാന്റ് നറോറ ഇൻ ഉത്തർപ്രദേശ്, ഉത്തർപ്രദേശിലെ നറോറ. ഇവയൊക്കെയാണ് മെയിൻ ന്യൂക്ലിയർ പവർ പ്ലാന്റ്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ്. ഇത് സാധാരണ മാച്ച് ദ ഫോളോയിങ്ങിൽ ചോദിക്കാറുണ്ട്, കറക്റ്റായിട്ട് പഠിച്ചിരിക്കണം. നെക്സ്റ്റ് നമുക്ക് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി പഠിക്കാം. അപ്പോൾ നമുക്കറിയണ്ടേ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്താണെന്ന്. യെസ്, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ പെട്രോൾ, ഡീസൽ, ഇതെല്ലാം കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ എന്താ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് നോൺ റിന്യൂവബിൾ. അതായത് നമ്മൾ ഉപയോഗിക്കും തോറും തീർന്നു പോയിക്കൊണ്ടേയിരിക്കുന്ന തരം ഫ്യൂവൽസിനെയാണ് എന്ത് പറയുക, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുക. അത് എന്താ പറയുക, എക്സ്പെൻസീവ് ആണ്. കമ്പയർ ടു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അപേക്ഷിച്ച് ഹൈലി എക്സ്പെൻസീവ് ആണ്. അതുകൊണ്ട് അറ്റ്മോസ്ഫിയറിക് ഫ്രണ്ട്ലി അല്ല. ഇത്തരം സോഴ്സ് ഓഫ് എനർജീസിനെയാണ് നമ്മൾ എന്ത് പറയുക, കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത്. അത് അറ്റ്മോസ്ഫിയർ പൊല്യൂട്ടൻ്റ് ആണ് അത്തരം സോഴ്സസ് ഓഫ് എനർജി. പക്ഷേ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എക്സാമ്പിൾസ് സോളാർ എനർജി, വിൻഡ് എനർജി, ടൈഡൽ എനർജി, ഇതെല്ലാം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയാണ്. അപ്പോൾ എന്താ നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയുടെ പ്രത്യേകത എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ചീപ്പ്. ഓക്കെ, അതുപോലെ അറ്റ്മോസ്ഫിയറിക് ഫ്രണ്ട്ലി ആണ്. സോളാർ എനർജിയൊക്കെ യാതൊരു പൊല്യൂട്ടൻറ്റും അല്ല. അതുപോലെ തന്നെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. നമ്മൾ ഉപയോഗിക്കും തോറും വീണ്ടും വീണ്ടും പ്രകൃതിയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന തരം എനർജീസിനെയാണ് വാട്ട് വി കോൾ ദറ്റ് ഈസ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി എന്ന് പറയാം. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. അപ്പോൾ മറന്നു പോകരുത് എന്തൊക്കെയാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജി അത് ചീപ്പാണ് അല്ലേ, ആസ് കമ്പയർഡ് ടു നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിനേക്കാളും ചീപ്പാണ്. അതുപോലെ റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്, റിന്യൂവബിൾ സോഴ്സ് ഓഫ് എനർജിയാണ്. നെക്സ്റ്റ് എന്താണ്, അറ്റ്മോസ്ഫിയറിക് ഫ്രണ്ട്ലി ആണ് അല്ലേ. ഓക്കെ, ഫെറിക് ഫ്രണ്ട്ലി ആണ്. അങ്ങനെ അധികം പൊല്യൂഷനൊന്നും എക്സ്പെൽ ഔട്ട് ചെയ്യില്ല. ഓക്കെ, എക്സാമ്പിൾസ് നോക്കാം. നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾസ് നോക്കാം. സോളാർ എനർജി, പിന്നെയോ കാറ്റിൽ നിന്നുണ്ടാകുന്ന ഊർജം, എന്താ അത്, വിൻഡ് എനർജി. ദെൻ അടുത്ത എക്സാമ്പിൾ നോക്കാം. യെസ്, വേവ് എനർജി, അതായത് തിരമാലയിൽ നിന്നൊക്കെ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാറുണ്ട് അല്ലേ, ദറ്റ് ഈസ് വേവ് എനർജി. അടുത്തത് ബയോഗ്യാസ്, ജൈവവാതകം. ഇതെല്ലാം നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിക്ക് എക്സാമ്പിൾസ് ആണ്. നെക്സ്റ്റ് നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സിനെ കുറിച്ച് പഠിക്കാം. ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റിന് അഭാജ്യമായ ഘടകമാണ് ട്രാൻസ്പോർട്ട് ഏരിയ. ഓക്കെ, നോക്കി ഫസ്റ്റ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. റോഡ് ട്രാൻസ്പോർട്ട്, the most important means to link the rural and urban centers scattered throughout the country. നോക്കി, ഗ്രാമങ്ങളെയും നഗരങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നതാണ് പ്രധാനമായിട്ടുള്ള ഈ ഗതാഗത മാർഗം. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ട്രാൻസ്പോർട്ട്സ് ഉണ്ട്. നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. നോക്കി, റോഡ് ട്രാൻസ്പോർട്ടിൽ തന്നെ നാഷണൽ ഹൈവേ. ഓക്കെ, ഈ നാഷണൽ ഹൈവേ മെയിനായിട്ട് അതിൻ്റെ ഭരണനിർവഹണ ചുമതലയൊക്കെ ആർക്കായിരിക്കും? യെസ്, ഡെഫിനറ്റ്ലി
കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. എന്ത് നാഷണൽ ഹൈവേ ഡിഫറൻസ്, അതായത് ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സുകളിലെ പ്രധാനപ്പെട്ട തുറമുഖങ്ങളും അതുപോലെ ക്യാപിറ്റൽ, സ്റ്റേറ്റ് ക്യാപിറ്റൽ, പോർട്ട് ഇവയെല്ലാം ലിങ്ക് ചെയ്യുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുക, നാഷണൽ ഹൈവേസ് എന്ന് പറയുക. മേജർ റോഡ്സ് ഇൻ ദ കൺട്രി ലിങ്കിങ് സ്റ്റേറ്റ് ക്യാപിറ്റൽ, മേജർ സിറ്റീസ്, പോർട്സ് എക്സെട്ര. സംസ്ഥാന തലസ്ഥാനങ്ങൾ, പ്രധാന നഗരങ്ങൾ, തുറമുഖങ്ങൾ എന്നീ വിവിധ കേന്ദ്രങ്ങളെ ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് നമ്മൾ എന്ത് പറയുക, നാഷണൽ ഹൈവേസ് എന്ന് പറയുന്നത്. കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആർക്കാണ്, യൂണിയൻ മിനിസ്ട്രിക്കാണ് അല്ലേ. കേന്ദ്ര സർക്കാരായിരിക്കും മെയിനായിട്ട് ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് അതുപോലെ തന്നെ അതിൻ്റെ മാനേജ്മെൻറ്റ് വീണ്ടും അത് മെയിൻറ്റെയിൻ ചെയ്യുന്നതിൻ്റെയൊക്കെ ഉത്തരവാദിത്വം ആർക്കാണ്, നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അതാണ് നാഷണൽ ഹൈവേ. മറന്നു പോകരുത്. എന്തൊക്കെയാണ് സ്റ്റേറ്റിലെ സ്റ്റേറ്റ് ക്യാപിറ്റൽ, മേജർ സിറ്റീസ്, അത് പോർട്ട്, ഇതെല്ലാം ലിങ്ക് ചെയ്യുന്നതാണ് നാഷണൽ ഹൈവേ. ആർക്കാണ് കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ്? യെസ്, മെയിൻലി യൂണിയൻ മിനിസ്ട്രിയാണ്, കേന്ദ്ര സർക്കാരിനാണ്. ഇനി നമുക്ക് നോക്കാം സ്റ്റേറ്റ് ഹൈവേസ്. ഓക്കെ, അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ, നാഷണൽ ഹൈവേ കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പോൾ സ്റ്റേറ്റ് ഹൈവേ ആർക്കായിരിക്കും ഭരണ ചുമതലയുള്ളത്? യെസ്, സ്റ്റേറ്റ് ഗവൺമെൻറ്റിനാണ്. ഇതിൻ്റെ കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ്റാണ് മെയിനായിട്ട് നോക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ഡിസ്ട്രിക്ട് റോഡ്സ്, ജില്ലാ റോഡുകൾ. ഓക്കെ, അപ്പോൾ റോഡ്സ് ലിങ്കിങ് ദ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ് വിത്ത് ഇമ്പോർട്ടൻറ്റ് പ്ലേസസ് വിതിൻ ദ ഡിസ്ട്രിക്ട്. നോക്കിക്കേ, ജില്ലാ ആസ്ഥാനങ്ങളെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളുമായി ബന്ധിപ്പിക്കുന്ന റോഡുകളെയാണ് എന്ത് പറയുക, ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, നമ്മുടെ എറണാകുളം ഡിസ്ട്രിക്റ്റ് എടുക്കുകയാണെങ്കിൽ തന്നെ എറണാകുളം ഡിസ്ട്രിക്റ്റിൻ്റെ ഉള്ളിൽ നമുക്ക് കളക്ട്രേറ്റ് ഉണ്ട്, അതുകൊണ്ട് ഇമ്പോർട്ടൻസ് ആയിട്ടുണ്ട്, ഗവൺമെൻറ് ഓഫീസേഴ്സ് ഉണ്ട്, ഗവൺമെൻറ് സ്കൂൾസ് അല്ലെങ്കിൽ മെയിൻ സ്കൂളുകളുണ്ട്. ഇവയെല്ലാമായിട്ട് ലിങ്ക് ചെയ്യുന്ന ആ റോഡിനെയാണ് എന്ത് പറയുക, ഡിസ്ട്രിക്ട് റോഡ്സ് എന്ന് പറയുന്നത്. നോക്കിയേ, കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ആരാ? യെസ്, ഡിസ്ട്രിക്ട് പഞ്ചായത്താണ് ഇതിൻ്റെ മെയിൻ ഭരണ നിർവഹണം നോക്കുന്നത്. ആരായിരിക്കും? ഡിസ്ട്രിക്ട് പഞ്ചായത്തിനായിരിക്കും മെയിൻ ഇൻചാർജ്. ഓക്കെ, അതുപോലെ അടുത്തായിട്ട് നമുക്ക് വില്ലേജ് റോഡ്സ് നോക്കാം, ഗ്രാമീണ റോഡുകൾ. ഓക്കെ, റോഡ് എൻഷുറിങ് ദ ഡൊമസ്റ്റിക് മൂവ്മെൻറ്റ് വിതിൻ ദ വില്ലേജ്, അതായത് ഗ്രാമങ്ങളിലെ ആഭ്യന്തര സഞ്ചാരം ഉറപ്പാക്കുന്ന റോഡുകളാണ്. ഇന്ത്യയിലെ ഏകദേശം 80% റോഡുകളും 80%-ൽ കൂടുതൽ റോഡുകളും എന്ത് റോഡുകളാണ്? യെസ്, വില്ലേജ് റോഡ്സ് ആണ്. കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ലോക്കൽ സെൽഫ് ഗവൺമെൻറ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ വില്ലേജിലൊക്കെ പഞ്ചായത്തിനാണ് മെയിനായിട്ട് അതിൻ്റെ ചാർജ്. പഞ്ചായത്ത് പ്രസിഡൻറ്റ്, അത് നോക്കാനായിട്ട് അവരുടെ കീഴിൽ കുറേ മെമ്പേഴ്സ്, ഓരോ വാർഡ് മെമ്പേഴ്സ് എല്ലാം ഉണ്ട്. ഇവക്കൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഭരണ ചുമതല പഞ്ചായത്തിനായിരിക്കും. ഓക്കെ, മോർ ദാൻ 80% ഓഫ് ദ റോഡ് ഇൻ ഇന്ത്യ ആർ വില്ലേജ് റോഡ്. ഇന്ത്യയിൽ 80%-ൽ കൂടുതൽ റോഡുകളും ഇത്തരം റോഡുകളാണ്, വില്ലേജ് റോഡുകളാണ്, അതായത് ഗ്രാമീണ റോഡുകളാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം ദ ഗോൾഡൻ ക്വാഡ്രാങ്കിൾ സൂപ്പർ ഹൈവേ. 6 വരി പാതയാണ്. ദ 6 ലൈൻ സൂപ്പർ ഹൈവേസ് കണക്റ്റിംഗ് മെട്രോപൊളിറ്റൻ സിറ്റീസിനെ കണക്ട് ചെയ്യുന്ന 6 ലൈൻ സൂപ്പർ ഹൈവേസ് ആണ്. ഏതൊക്കെ മെട്രോപൊളിറ്റൻ സിറ്റീസാണെന്ന് നോക്കിക്കേ, സജസ് ഡൽഹി, മുംബൈ, ചെന്നൈ ആൻഡ് കൊൽക്കത്ത. അതായത് മെഗാനഗരങ്ങളായ ഡൽഹി, മുംബൈ, ചെന്നൈ, കൊൽക്കത്ത എന്നിവിടങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന 6 വരി പാതയാണ് എന്ത് പറയുക, ദി ഗോൾഡൻ ക്വാഡ്രാങ്കിൾ സൂപ്പർ ഹൈവേ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ കൺസ്ട്രക്ഷൻസ് ആൻഡ് മാനേജ്മെൻറ്റ് നോക്കിയാൽ ആരാണ്? ദ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് യൂണിയൻ മിനിസ്റ്റർ തന്നെയാണ്, കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ് ഇതിൻ്റെയും കൺസ്ട്രക്ഷൻ ആൻഡ് മാനേജ്മെൻറ്റ് നോക്കുന്നതും കേന്ദ്ര ഗവൺമെൻറ് തന്നെയാണ്. നെക്സ്റ്റ് നമുക്ക് റെയിൽവേസ് ഡിസ്കസ് ചെയ്യാം. റെയിൽവേ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സ്ഥാപനമാണ്, അതുപോലെ തന്നെ പൊതുമേഖലാ സംരംഭമാണ് നമ്മുടെ റെയിൽവേ. നമുക്ക് നോക്കാം, ദ ലാർജസ്റ്റ് റെയിൽവേ നെറ്റ്വർക്ക് ഓഫ് ഏഷ്യ ഈസ് ഇൻ ഇന്ത്യ. നോക്കിയേ, ഏഷ്യയിലെ ഏറ്റവും വലിയ റെയിൽവേ ശൃംഖല എവിടെയാണ്? ഇന്ത്യയിലാണ്. ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ ഇന്ത്യ. അതുപോലെ തന്നെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ സംരംഭവും കൂടിയാണ് നമ്മുടെ റെയിൽവേസ്. ഓക്കെ, ഈക്വലി ഇമ്പോർട്ടൻറ്റ് കാർഗോ പാസഞ്ചർ ട്രാൻസ്പോർട്ട്. അതായത്
നോക്കി, ചരക്കു ഗതാഗതവും, കാർഗോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ് ചരക്ക്, കണ്ടിട്ടില്ല, ഗുഡ്സ് വണ്ടികൾ നമ്മൾ കാണാറുണ്ട്, അവയാണ് എന്ത് പറയുക, കാർഗോ ആൻഡ് പാസഞ്ചർ. സഞ്ചാരത്തിനും ചരക്ക് ഗതാഗതത്തിനും ഒരുപോലെ സൗകര്യങ്ങളുണ്ട് ഇന്ത്യയിൽ റെയിൽവേസിന്. ഓക്കെ, അതുപോലെ ഇന്ത്യ റെയിൽവേ സ്റ്റാർട്ടഡ് ഇൻ 1853. അതായത് ബ്രിട്ടീഷുകാരുടെ ഭരണകാലത്താണ് ഇന്ത്യയിൽ ആദ്യമായിട്ട് റെയിൽവേസ് സ്റ്റാർട്ട് ചെയ്തത്. എന്നാണ് ഇയർ മറക്കരുത്, 1853, 1853. ഓക്കെ, ദ ഫസ്റ്റ് ട്രെയിൻ റാൻ along the 34-kilometer long rail between മുംബൈ ആൻഡ് താനെ. ആദ്യത്തെ ട്രെയിൻ എങ്ങോട്ടായിരുന്നു ഓടിയത്? മുംബൈ തൊട്ട് താനെ വരെയായിരുന്നു. എത്ര ഡിസ്റ്റൻസിൽ? ഓൺലി 34 കിലോമീറ്ററിൽ. ഓക്കെ, ഫോർ അഡ്മിനിസ്ട്രേറ്റീവ് കൺവീനിയൻസ് ദ ഇന്ത്യൻ റെയിൽവേ ഈസ് ഡിവൈഡഡ് ഇൻറ്റു 16 സോൺസ്. ഇതിൻ്റെ അഡ്മിനിസ്ട്രേഷൻ സ്മൂത്തായിട്ട് നടക്കാൻ വേണ്ടി എത്ര സോണായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? 16 സോൺസ് ഉണ്ട് ഇന്ത്യൻ റെയിൽവേക്ക്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് റെയിൽവേസ്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. അതായത് പാളത്തിൻ്റെ വിഡ്ത്ത് അനുസരിച്ചാണ് റെയിൽവേസിന് ഈ 3 ക്ലാസിഫിക്കേഷൻസ് കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ്, നാരോ ഗേജ്. നോക്കിയേ, ബ്രോഡ് ഗേജ് എത്ര വിഡ്ത്ത് എന്ന് നോക്കിക്കേ, 1.676 മീറ്റേഴ്സ് വിഡ്ത്ത് ഉണ്ട് പാളങ്ങളുടെ ഡിസ്റ്റൻസ്. ഓക്കെ, അതിൻ്റെ പ്രൊപ്പോർഷനേറ്റ് ലെങ്ത് ഇൻ ഇന്ത്യയിൽ എത്രയാണ്? 74% ആണ്. അതുപോലെ മീറ്റർ ഗേജിൻ്റെ വിഡ്ത്ത് നോക്കിക്കേ, 1 മീറ്ററാണ്. 1 മീറ്ററാണ് മീറ്റർ ഗേജിൻ്റെ, അതായത് വിഡ്ത്ത്, പാളങ്ങൾ തമ്മിലുള്ള വിഡ്ത്ത് 1 മീറ്ററാണ്. ഏകദേശം എൻ്റെ ലെങ്ത്ത് പറയുന്നത് 21%ഓളമാണ്. ഓക്കെ, അതുപോലെ നാരോ ഗേജ്, പേര് പോലെ തന്നെ എൻ്റെ വിഡ്ത്തും കുറവാണ്. നോക്കിക്കേ, വിഡ്ത്ത് 0.762 അഥവാ അല്ലെങ്കിൽ 0.610. യൂഷ്വലി കാണാറുള്ളത് ഈ ഒരു ഡിസ്റ്റൻസ് ആണ്. അപ്പോൾ നോക്കിയേ, ഡിസ്റ്റൻസ് വളരെ അടുത്തടുത്ത പാളങ്ങളാണ് അല്ലേ, അതുകൊണ്ട് എന്ത് പറയുന്നു? നാരോ ഗേജ് എന്ന് പറയുന്നു. അപ്പോൾ വിഡ്ത്തിൻ്റെ ബേസിസിലാണ് റെയിൽവേസ് ഇതിനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. ബ്രോഡ് ഗേജ്, മീറ്റർ ഗേജ് ആൻഡ് നാരോ ഗേജ്. ഓക്കെ, പാളങ്ങൾ തമ്മിലുള്ള അകലം ക്ലിയർ ആണല്ലോ. അതുകൊണ്ട് പ്രൊപ്പോർഷനേറ്റ് ലെങ്ത് ഇൻ നാരോ ഗേജിൻ്റെ ഏകദേശം എത്ര ഇന്ത്യയിൽ? 5% ആണ്. നോക്കിയേ, മെട്രോ റെയിൽ പ്രോജക്ട്സ് ആർ ബീങ് എസ്റ്റാബ്ലിഷ്ഡ് ഇൻ മേജർ സിറ്റീസ്. ഇപ്പോൾ നമുക്കറിയാം പല സിറ്റീസിലും മെട്രോ റെയിലും, അതും വളരെ എന്താ പറയുക, ഇന്ത്യയിലെ ഡെവലപ്മെൻറ്റിൻ്റെ അനദർ ഒരു ഫാക്ടറാണ് മെട്രോ റെയിൽ. പ്രധാന നഗരങ്ങൾ കേന്ദ്രീകരിച്ച് മെട്രോ റെയിൽ പദ്ധതിയും നടപ്പാക്കി വരുന്നു. നമുക്കിവിടെ കേരളത്തിലുണ്ട് അല്ലേ, കൊച്ചിയിലൊക്കെ മെട്രോ റെയിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. നെക്സ്റ്റ് നമുക്ക് നോക്കാം വാട്ടർ ട്രാൻസ്പോർട്ട്. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് ട്രാൻസ്പോർട്ടാണ്. നോക്കി, ചീപ്പസ്റ്റ് മീൻ ഓഫ് ട്രാൻസ്പോർട്ടാണ്. ഈ എല്ലാ ട്രാൻസ്പോർട്ടിലും ഏറ്റവും ചീപ്പസ്റ്റ് ആണ്, ചിലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് വാട്ടർ ട്രാൻസ്പോർട്ട് അല്ലേ. അതുകൊണ്ട് സ്യൂട്ടബിൾ ഫോർ ലാർജ് സ്കെയിൽ കാർഗോ ട്രാൻസ്പോർട്ട്, ഏറ്റവും കൂടുതൽ ചരക്ക് കൊണ്ടുപോകാൻ പറ്റിയ ബെസ്റ്റ് ട്രാൻസ്പോർട്ട് മീഡിയ എന്ന് പറയുന്നത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. അതുകൊണ്ട് ഡസ് നോട്ട് കോസ് എൻവിയോൺമെൻറ്റൽ പൊല്യൂഷൻ, പരിസ്ഥിതി മലിനീകരണം ഉണ്ടാകുന്നില്ല ഇതിൽ. മോസ്റ്റ് സ്യൂട്ടഡ് ഫോർ ഇൻ്റർനാഷണൽ ട്രേഡ്, അതുപോലെ അന്താരാഷ്ട്ര വ്യാപാരത്തിന് ഏറ്റവും യോജിച്ചത് വാട്ടർ ട്രാൻസ്പോർട്ടാണ്. ഇപ്പം റീസെൻ്റ്ലി നമുക്ക് വിഴിഞ്ഞം പോർട്ടൊക്കെ വന്നിട്ടുണ്ട് അതല്ലേ, അത് ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡുള്ള സീപോർട്ടാണ് വിഴിഞ്ഞം സീപോർട്ട്. അതുപോലെ നമുക്ക് നോക്കാം ക്ലാസിഫിക്കേഷൻ ഓഫ് വാട്ടർ ട്രാൻസ്പോർട്ട്. മെയിനായിട്ട് 2 ക്ലാസിഫിക്കേഷനാണ്. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ, ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ആൻഡ് മറൈൻ ട്രാൻസ്പോർട്ട്. എന്താ ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്? അതായത് ഉൾനാടൻ ജലഗതാഗതത്തെയാണ് എന്ത് പറയുക, ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്. മെയിൻലി എവിടേക്കാന്ന് നോക്കിക്കേ, വാട്ടർ ബോഡീസ് ലൈക്ക് റിവേഴ്സ്, ലേക്സ് ആൻഡ് കനാൽസിലാണ് മെയിനായിട്ടും ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഉള്ളത്. അതായത് റിവർ, നദികൾ, തടാകങ്ങൾ, കനാലുകൾ, ഇവയൊക്കെയാണ്. അതുപോലെ നോക്കിയേ, മറൈൻ ട്രാൻസ്പോർട്ട് എവിടേക്കാന്ന് നോക്കിയേ, സീസ് ആൻഡ് ഓഷ്യൻസിലാണ് മറൈൻ ട്രാൻസ്പോർട്ട്, സമുദ്ര ജലഗതാഗതം മെയിനായിട്ട് നടക്കുന്നത്. ഓക്കെ, ഇപ്പം മറൈൻ ട്രാൻസ്പോർട്ട് എന്ന് പറഞ്ഞാൽ സീസ് ആൻഡ് ഓഷ്യൻസും അതുപോലെ തന്നെ ലേക്ക്, റിവേഴ്സ് ആൻഡ് കനാൽസ് ആണ് ഏത് ഇൻലൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട്സ് എന്ന് പറയുന്നത്. ഇനി നോക്കുക,
വാട്ടർ ബോഡീസ് ലാർജ്ലി യൂസ്ഡ് ഫോർ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് ഇൻ ഇന്ത്യ. ഏതൊക്കെയാണെന്ന് നോക്കിക്കേ. ഗംഗ ബ്രഹ്മപുത്ര റിവേഴ്സ് ആൻഡ് ദയർ ട്രിബ്യൂട്ടറീസ് ആൻഡ് ഗോദാവരി കൃഷ്ണ റിവേഴ്സ് ആൻഡ് ദയർ ട്രിബ്യൂട്ടറീസ്. അപ്പോൾ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് മെയിനായിട്ട് ഇന്ത്യയിലുള്ളത് ഗംഗ ബ്രഹ്മപുത്ര നദികളും അവയുടെ പോഷക നദികളുമാണ്. പിന്നെയോ ഗോദാവരി കൃഷ്ണ നദികളും അവയുടെ പോഷക നദികളുമാണ്. ഇനി നോക്കുക, ബക്കിംഗ്ഹാം കനാൽ ഓഫ് ആന്ധ്ര, തമിഴ്നാടു റീജിയൻ ആൻഡ് മണ്ടോവി ആൻഡ് സുവാരി റിവേഴ്സ് ഓഫ് ഗോവ, ബാക്ക് വാട്ടേഴ്സ് ഓഫ് കേരള ഇവയും ഇൻലാൻഡ് ട്രാൻസ്പോർട്ടിൽ പെടുന്നവയാണ്. ഏതൊക്കെയാ? ആന്ധ്ര തമിഴ്നാട് പ്രദേശത്തെ ബക്കിംഗ്ഹാം കനാൽ, പിന്നെയോ ഗോവയിലെ മണ്ടോവി സുവാരി നദികൾ, അതുപോലെ കേരളത്തിലെ കായലുകൾ, ഇവയെല്ലാം ഏതിൽ പെടുന്നതാണ്? ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് പെടുന്നവയാണ്. ഓക്കെ, ഇനി നമുക്ക് നോക്കി, നാഷണൽ വാട്ടർവേസിൽ ഡിഫറെൻറ്റ് ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. നമ്മൾ നാഷണൽ ഹൈവേ കേട്ടോളം നാഷണൽ വാട്ടർവേസ് ഉണ്ട്. നോക്കി, നാഷണൽ വാട്ടർവേ 1 ഷോർട്ട് ഫോം എങ്ങനെ പറയാം? NW1. W ഇൻഡിക്കേറ്റ് ചെയ്യുന്ന എന്താ? വാട്ടർവേസ് ആണ്. H ഹൈവേസും ആണ്. ഓക്കെ, ദേശീയ ജലപാത 1 എന്താന്ന് നോക്കിക്കേ. അലഹബാദ് ടു ഹാൽഡിയ ഇൻ ദ റിവർ ഗാങ്. ഗംഗാ നദിയിൽ അലഹബാദ് മുതൽ ഹാൽഡിയ വരെയുള്ളതിനെയാണ് നാഷണൽ വാട്ടർവേ 1 എന്ന് പറയുക. ഓക്കെ, നാഷണൽ വാട്ടർവേസ് ഡിക്ലെയർഡ് ബൈ ഇൻലാൻഡ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റിയാണ്. ഇത് ഡിക്ലെയർ ചെയ്തത് ആരാണ്? ഇൻലാൻഡ് വാട്ടർ സർവീസ് വാട്ടർ ട്രാൻസ്പോർട്ട് അതോറിറ്റി ഇൻ ദ ഇയർ എന്നാണ് 1986. അതുപോലെ നമുക്ക് നോക്കാം, നാഷണൽ വാട്ടർവേസ് 2 അതായത് NW2 ഷോർട്ട് ഫോം NW2. നോക്കിയേ, സാദിയ ടു ധുബ്രി ഇൻ ദ റിവർ ബ്രഹ്മപുത്ര. ബ്രഹ്മപുത്ര നദിയിൽ സാദിയ മുതൽ ജൂബി വരെയുള്ള നദിയാണ് നാഷണൽ വാട്ടർവേസ് 2 പെടുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കി 891 കിലോമീറ്റർ ആണ്. നെക്സ്റ്റ് നമുക്ക് നാഷണൽ വാട്ടർവേസ് 3 NW3. ഓക്കെ, നോക്കിക്കേ, കൊല്ലം കോട്ടപ്പുറം വരെയുള്ള പശ്ചിമ തീര കനാൽ തൊട്ട് കേരളം വരെ വ്യാപിച്ചു കിടക്കുന്നു. അതിൻ്റെ ഡിസ്റ്റൻസ് എത്രയാണെന്ന് നോക്കിക്കേ, 205. ഓക്കെ, ദ വെസ്റ്റ് കോസ്റ്റൽ കനാൽ ഇൻ കേരള ഫ്രം കൊല്ലം ടു കോട്ടപ്പുറം. അതായത് കൊല്ലം തൊട്ട് കോട്ടപ്പുറം വരെ അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കണേ, 205 കിലോമീറ്റർ ആണ്. ഏത്? NW3 എന്ന് പറയുന്നത്. അതുപോലെ നെക്സ്റ്റ് നമുക്ക് നോക്കാം, നാഷണൽ വാട്ടർവേ 4 NW4. നോക്കിയേ, ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ള കനാലാണ്. അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കിയേ, 1095 കിലോമീറ്റർ ആണ്. കനാൽ ഫ്രം കാക്കിനട ടു പുതുച്ചേരി ലിങ്കിങ് ഗോദാവരി ആൻഡ് കൃഷ്ണ. ഓക്കെ, ഡിസ്റ്റൻസും പഠിക്കണം, 1095 കിലോമീറ്റർ ആണ്. ഗോദാവരി കൃഷ്ണ നദികളുമായി ചേർന്ന് എവിടെ മുതൽ എവിടെ വരെയാണ്? കാക്കിനട മുതൽ പുതുച്ചേരി വരെയുള്ളതിനെയാണ് എന്ത് പറയുക? നാഷണൽ വാട്ടർവേ 4 എന്ന് പറയുക. നെക്സ്റ്റ് നമുക്ക് നോക്കാം, നാഷണൽ വാട്ടർവേ 5 NW5. നോക്കിക്കേ, പൂർവതീര കനാലുമായി ബന്ധിപ്പിച്ചിട്ടുള്ള ബ്രഹ്മണി മഹാനദി ഡെൽറ്റ വ്യവസ്ഥയാണ്. ഇത്രയും ഡിസ്റ്റൻസിനെയാണ് എന്ത് പറയുക? നാഷണൽ വാട്ടർവേ 5 എന്ന് പറയുന്നത്. അതിൻ്റെ ഡിസ്റ്റൻസ് നോക്കുക, 623 കിലോമീറ്റർ ആണ്. അത് എക്സ്റ്റെൻഡ് ചെയ്ത് കിടക്കുന്നത്. എവിടെ തൊട്ട് എവിടെ വരെയാണ്? നോക്കിക്കേ, ബ്രാഹ്മണി ടു മഹാനദി ഡെൽറ്റ റിവർ സിസ്റ്റം. ഓക്കെ, അതുപോലെ നോക്കിയേ, 12 മേജർ ആൻഡ് 185 മൈനർ പോർട്സ് സിറ്റുവേറ്റഡ് ഇൻ ദ വെസ്റ്റ് ആൻഡ് ഈസ്റ്റ് കോസ്റ്റ് ഓഫ് ഇന്ത്യ. നോക്കിയേ, 12ഓളം പ്രധാന തുറമുഖങ്ങളും 185 ചെറിയ തുറമുഖങ്ങളും ഇന്ത്യയിലുണ്ട്. എത്രയാ? 12 മേജർ ആൻഡ് 185 മൈനർ പോർട്സ് ആർ പ്രസൻറ്റഡ് ഇൻ ഓർ സിറ്റുവേറ്റഡ് ഇൻ ഇന്ത്യ. ഓക്കെ, അതുപോലെ നോക്കുക, മേജർ പോർട്സ് ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ മേജർ പോർട്സ് എവിടേക്കാന്ന് നോക്കിക്കേ. ഈ പിക്ചർ നോക്കി, ഇന്ത്യയുടെ നമുക്ക് കാണാം മേജർ പോർട്സ് എവിടേക്കാന്ന് നോക്കാം. നോക്കിക്കേ, ഹാൽഡിയ, അതുപോലെ തന്നെ പാരദ്വീപ്, വിശാഖപട്ടണം, ചെന്നൈയിലുണ്ട് മേജർ പോർട്ടുണ്ട്. അതുപോലെ തൂത്തുക്കുടീനെയാണ് ഇങ്ങനെ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ് കൊച്ചിൻ, മാംഗ്ലൂർ, മർമാഗാവ് ആൻഡ് നിവാസേവ,
മുംബൈ, ഇവിടെയൊക്കെയാണ് മെയിൻ പോർട്ടുകളുള്ളത്. നമുക്ക് ഒന്നുകൂടെ നോക്കാം ഏതൊക്കെയാണെന്ന്. ഇവിടെ നോക്കിക്കേ, ഹാൽഡിയ, പാരദീപ്, വിശാഖപട്ടണം, അതുപോലെ ചെന്നൈയിലുണ്ട്, തൂത്തുക്കുടിയിലുണ്ട്, കൊച്ചിയിലുണ്ട്, മംഗലാപുരം, മർമഗോവ, നെവാഷേവ, മുംബൈ. ഇവിടെയെല്ലാം മെയിൻ എന്തുണ്ട്, ഇന്ത്യയിലെ പ്രധാന തുറമുഖങ്ങളുണ്ട്. ഇത് കറക്റ്റായിട്ട് പഠിക്കുന്ന എക്സാമിന് ചിലപ്പോൾ മാപ്പിൽ മാർക്ക് ചെയ്യാനായിട്ട് ചോദിക്കാറുണ്ട്. ഓക്കെ, ഇനി നമുക്ക് നോക്കാം എയർ ട്രാൻസ്പോർട്ട്. അടുത്ത ട്രാൻസ്പോർട്ടാണ് എയർ ട്രാൻസ്പോർട്ട്. എയർ ട്രാഫിക് ഇൻ ഇന്ത്യ ഈസ് അണ്ടർ ദ കൺട്രോൾ ഓഫ് എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യയുടെ കീഴിലാണ് എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, 126 airports including 11 international airports under എയർപോർട്ട് അതോറിറ്റി ഓഫ് ഇന്ത്യ. നോക്കി, 11 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളടക്കം എത്ര വിമാനത്താവളങ്ങളുണ്ട്? 126 വിമാനത്താവളങ്ങളുണ്ട് ടോട്ടലായിട്ട് ഇന്ത്യയിൽ. ഓക്കെ, അപ്പോൾ ടീച്ചർ ഇതുവരെ എടുത്തത് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഒന്ന് റിവൈൻഡ് ചെയ്ത് ഒന്നുകൂടെ കാണുക, അല്ലെങ്കിൽ മെസ്സേജ് ചെയ്ത ടീച്ചർ അതിന് ടൈമിൽ ഒരു ക്ലാരിഫിക്കേഷൻ തരുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ ലെസണിൽ മെയിനായിട്ട് പഠിച്ചത് എന്തൊക്കെയാണ്? സീസണൽ ചേഞ്ചസിനെ കുറിച്ച്, അതുപോലെ മെയിനായിട്ട് അഗ്രികൾച്ചർ അല്ലേ, ഓരോ നമ്മളുടെ ഇന്ത്യയിലെ ഡിഫറെൻറ്റ് സീസണൽ ചേഞ്ചസിന് അനുയോജ്യമായ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സിനെ കുറിച്ച് പഠിച്ചു. പിന്നെയോ കൺവെൻഷണൽ ആൻഡ് നോൺ കൺവെൻഷണൽ സോഴ്സ് ഓഫ് എനർജിയെ കുറിച്ച് പഠിച്ചു. ട്രാൻസ്പോർട്ട് ആൻഡ് കമ്മ്യൂണിക്കേഷൻ പഠിച്ചു. അതുകൊണ്ട് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രോപ്സ്, എന്നൊക്കെയാണ് അതിൻ്റെ വിളവെടുപ്പ് കാലം, എന്നാണ് നമ്മളത് കൃഷി ചെയ്യുന്നത്, ഏതൊക്കെ സീസണിലാണ് കൃഷി ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ കറക്റ്റായിട്ട് ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ടീച്ചർ ഇന്ന് നിങ്ങൾക്കെടുത്ത ടോപ്പിക്സ് എല്ലാം റെഫർ ചെയ്തിരിക്കുന്നത് എക്സാം പോയിന്റിൽ നിന്നാണ്. നിങ്ങൾക്കറിയാവുന്ന പോലെ തന്നെ എക്സാം പോയിന്റിൽ വളരെ ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ സിംപ്ലിഫൈഡ് ഫോമിൽ നിങ്ങൾക്ക് വളരെ വേഗത്തിൽ കൺവേ ചെയ്യാവുന്ന രീതിയിലാണ് എക്സാം പോയിന്റിൽ നോട്ട്സുകളെല്ലാം കൊടുത്തിരിക്കുന്നത്. കൂടാതെ 10th ബോർഡ് എക്സാമിന് ചോദിക്കുന്ന ലാസ്റ്റ് 5 years ക്വസ്റ്റ്യൻസ്, സാധാരണ നിങ്ങൾക്ക് ആനുവൽ എക്സാമിന് ചോദിക്കുന്ന ലാസ്റ്റ് 5 years ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആൻസേഴ്സ് വളരെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ടീച്ചർ ഇന്നത്തെ സെഷൻ വൈൻഡപ്പ് ചെയ്യാണ്. താങ്ക് യു ഫോർ ഓൾ.